ഹലോ, നമുക്കിന്നൊരു സാരി ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നതായിട്ട് നോക്കാമേ. ഞാനിത് ഓണത്തിൻ്റെയൊക്കെ സമയത്തായിട്ട് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഇത് സാരിയും ബ്ലൗസും ആയിട്ട് വന്നതാണ്, വിത്ത് ബ്ലൗസായിട്ട് വരുന്നതാണ്. സെയിം തന്നെയാണ് കേട്ടോ സാരി, ഇതേപോലെ മസ്റ്റാർഡ് യെല്ലോ കളറിൽ. അപ്പോൾ ഇത് കസ്റ്റമറിന് നമുക്ക് സാരിയുടെ ബ്ലൗസ് വർക്ക് ചെയ്യണമായിരുന്നു, പിന്നെ സാരിക്ക് സൈഡ് അടിച്ച് കുഞ്ചിലൊക്കെ കെട്ടണമായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലൗസ് ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം, മാർക്ക് ചെയ്യാനൊന്നും എടുത്തിട്ടില്ല, മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോത്തിലോട്ട് നമ്മൾ റിങ്ങിലോട്ട് ക്ലോത്ത് അറ്റാച്ച് ചെയ്യുകയാണേ. അപ്പോൾ ആദ്യം നമ്മൾ ആ റൗണ്ട് ഭാഗം വരുന്ന റിങ് വയ്ക്കുക, അതിൻ്റെ മുകളിലേക്ക് സ്ക്രൂ വരുന്ന റിങ് പുറത്തോട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന വൈറ്റ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് ഓപ്പൺ ബ്ലൗസായിട്ടാണ് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അത് വെട്ടാനുള്ള സൗകര്യത്തിനൊക്കെ ആയിട്ട് നമ്മൾ അറ്റത്താണ് ബാക്ക് നെക്കിൻ്റെ ഒരു ഭാഗം മാർക്ക് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് കുറച്ചൊക്കെ അറിയാമെന്നുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ റിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ വർക്കിന് നല്ല പെർഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് നമ്മളൊരു എക്സ്ട്രാ ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഈ റിങ്ങിലായിട്ട് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ റിങ് നന്നായിട്ട് ടൈറ്റ് ചെയ്യാതെ തന്നെ ആദ്യം ഒന്ന് വലിച്ചു കൊടുക്കണം. അതിന് ശേഷം മാത്രമേ റിങ് നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ നമ്മുടെ ക്ലോത്ത് റിങ്ങിൽ നന്നായിട്ട് ഫിറ്റായി നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക, അത് നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി നോക്കണം. അപ്പോൾ നമ്മൾ ടപ്പ് ടപ്പ് നല്ല സ്റ്റിഫായിട്ടുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, ടക്ക് ടക്ക് എന്നുള്ളൊരു സൗണ്ട് കേൾക്കുന്ന ആ ഒരു രീതിയാണ് നമ്മുടെ ക്ലോത്ത് റിങ്ങിനകത്ത് കറക്റ്റ് ഫിറ്റ് ആണെന്നുള്ളത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക കേട്ടോ, നന്നായിട്ട് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒരിക്കലും വലിക്കരുത്, തുണി ഡാമേജ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന കേസാണിത്, ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഈ റിങ്ങിൽ ചിലർ ക്ലോത്ത് ചുറ്റി വയ്ക്കും. ഇപ്പോൾ ഞാനും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടുന്നില്ല. അപ്പോൾ എനിക്കിനി സമയം കിട്ടുമ്പോൾ എന്തായാലും ഇപ്പോഴും കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ തിരക്കൊന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒരു ക്ലോത്ത് എടുത്ത് ചുറ്റി വയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതാകുമ്പോൾ നൈസായിട്ടുള്ള തുണികൾക്കൊക്കെ നല്ലതായിരിക്കും. ഇതാ കണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനൊന്ന് കൊട്ടിയപ്പോൾ ഒരു ടപ്പ് ടപ്പ് സൗണ്ട്, അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റാൻഡിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ബെഡിലിരുന്നാണ് കേട്ടോ ചെയ്യണം. അപ്പോൾ മിക്കവാറും കുഞ്ഞാവ അടുത്ത് കിടക്കുകയോ തൊട്ടിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്തായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. ഞാൻ സാധാരണ മുകളിൽ ഒരു റൂമിനകത്ത് ഇതാണ് ചെയ്യണേ. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ റൂമിലിരുന്ന് ചെയ്യും, ചിലപ്പോൾ വാവ താഴെയാണ് ഉറക്കമെന്നുണ്ടെങ്കിൽ വാവ റൂമിൽ ഉറക്കിയിട്ട് ഞാൻ ഹോളിലിരുന്ന് ചെയ്യും. വാവ ഹോളിൽ തറയിൽ മാറ്റിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്തിരുന്ന് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സെറി ത്രെഡിലാണ് കേട്ടോ ചെയ്യണത്. ഇത് ഗോൾഡൻ സെറി അല്ല, ഒരു കോപ്പർ ടച്ച് വരുന്ന ഗോൾഡൻ അങ്ങനത്തെ ഒരു കറക്റ്റ് കോപ്പറും അല്ല ഗോൾഡും അല്ല, ആ ഒരു രീതിയിൽ വരുന്ന ഒരു ഷെയ്ഡ് വരുന്നൊരു സെറി ത്രെഡാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന നീഡിൽ നമ്പർ 14.5 ആണേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ആരി വർക്ക് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയിൻ സ്റ്റിച്ചിട്ട് പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം പറയാം, ഞാൻ പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് കോഴ്സൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഡ്രസ്സിൽ തന്നെ വർക്ക് ചെയ്ത് പഠിച്ചതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഈ ഡ്രസ്സ് ഡിസൈനിങ് ഇതിനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം കാരണം ഞാൻ സ്വന്തമായിട്ട് എന്നതിലെ തന്നെ എനിക്കങ്ങനെ പുറത്ത് തയ്ച്ച് കൊടുക്കണമെന്നൊന്നും ഒരു ദുരുദ്ദേശവും ഇല്ലായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജസ്റ്റ് ഞാൻ പഠിച്ചത്. പിന്നെ അതിങ്ങനെ പുറത്തോട്ടൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ വഴിയേ അപ്പോൾ നമ്മൾ ചെയ്യാനാട്ടോ ഇങ്ങനെ എന്താണ് ഞാൻ എവിടെയാണ് പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനാട്ടോ. അപ്പോൾ ചിലർ ബീഡ്സ് എല്ലാം വെച്ചതിന് ശേഷം ചെയിൻ സ്റ്റിച്ച് ചെയ്യും. ഞാനും ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതെൻ്റെ അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും. ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മുത്തിലോട്ടൊക്കെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് അടി കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അറ്റത്തായിട്ട്, അതായത് നമ്മുടെ മാർക്ക് ലൈനിൽ ചെയിൻ സ്റ്റിച്ച് ഒരു 2 or 3 ലെയറായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ മിക്കതിലും 3 ലെയർ കൊടുക്കാറുണ്ട്, ചില കേസുകളിൽ 2 ലെയറും കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് 14.5 ആണ് ഡിസൈൻ കാണിക്കും, ഇങ്ങനെ തന്നെ വേണം എന്ന് പറയും. ചിലർ അതിൽ വേണ്ട മാറ്റങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സെയിം കളർ തന്നെയായിരുന്നു സാരിയും ബ്ലൗസും വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറായിട്ട് നമ്മൾ ബ്ലൗസിൽ വർക്ക് ആഡ് ചെയ്യാറുണ്ടെങ്കിൽ കുറച്ചും കൂടെ വർക്കൊന്ന് എൻഹാൻസ് ചെയ്ത് തോന്നിയേനെ, നമുക്കൊരു കുറച്ചും കൂടി ബ്രൈറ്റ്നസ് ഫീൽ ചെയ്തേനെ. അപ്പോൾ നമ്മളതൊരു സജഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമറിന് ഗോൾഡ് തന്നെ മതി, വേറെ കളറൊന്നും ആഡ് ചെയ്യേണ്ട, കോൺട്രാസ്റ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ മസ്റ്റാർഡ് യെല്ലോ ആകുമ്പോഴത്തേക്കും ഒരു ഗ്രീനോ അല്ലെങ്കിൽ ഒരു പിങ്കോ മജന്ത ആ ഒരു ടച്ച് കൊടുത്തിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കട്ട് ബീഡ്സോ കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള ഒരു കട്ട് ബീഡ്സൊക്കെ ആഡ് ചെയ്തിരുന്നെങ്കിൽ
നമുക്ക് കുറച്ചും കൂടെ ഒരു ലുക്ക് കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് നമുക്ക് തോന്നുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റേഞ്ച് ബഡ്ജറ്റ് പറഞ്ഞപ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് വർക്ക്സ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരിക്ക് ഇത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മളിതിൽ കൂടുതലും യൂസ് ചെയ്തേക്കണേ ഷുഗർ ബീഡ്സ്, പിന്നെ 4mm റൗണ്ട് ബീഡ്സ്, പിന്നെ വൈറ്റ് സ്റ്റോൺസ്, ഇത്രയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിതിൽ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ത്രൂ ഔട്ട് ഈ ഒരു വർക്ക് തന്നെയാണ്. പിന്നെ പഫ് വന്നിട്ട് ബോർഡർ വരുന്ന സ്ലീവ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ബ്ലൗസിന് കൊടുത്തേക്കണത്. നെക്ക് ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഒരു സൈഡാണ് നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മളിനി അടുത്ത സൈഡ് ഇതേപോലെ ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ട്, ഇതിപ്പോൾ റൈറ്റ് സൈഡാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ട് അടുത്തത് ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്, ഒട്ടും ഇല്ലാത്തൊരു വർക്കൊന്നും അല്ല, അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു വർക്ക് തന്നെയായിരുന്നേ. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വർക്ക് ഒട്ടും ലൂസ് ആവാണ്ട് നോക്കണം, നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തൂങ്ങി നിൽക്കണം പോലെ തോന്നും. അപ്പോൾ നമ്മൾ കുഞ്ഞാവങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് രാത്രി സമയത്താണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യണത്. അവർ ഉറങ്ങിയതിന് ശേഷം മോനും ഉറങ്ങിയതിന് ശേഷമാണ് കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്യാനായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഈ മെറ്റീരിയൽസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മളിപ്പോൾ ഹോൾസെയിൽ റേറ്റിന് ബൾക്കായിട്ട് ഒക്കെയാണ് നമ്മൾ സാധനങ്ങൾ എടുക്കണേ. നമുക്ക് കൂടുതലായിട്ട് വർക്ക് വരുന്ന സമയത്ത് ഈ ഓണം അല്ലെങ്കിൽ കല്യാണ സീസണൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ഒരുമിച്ച് തന്നെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് റൂമിൽ മോനും ഉറക്കമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെല്ലണമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഇത് ചെയ്യും, പുറത്തായിട്ട് വെളിയിലിട്ടായിട്ടും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ആ നെക്കിലെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു, അതായത് ആരി വർക്കെല്ലാം നീഡിൽ കൊണ്ട് ചെയ്യേണ്ടതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളതിന് വൈറ്റ് സ്റ്റോൺസാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കണേ. അപ്പോൾ പിന്നെ ഗോൾഡ് വീണ്ടും ഒട്ടിച്ചിട്ട് നമുക്കത് വീണ്ടും ഒരു ഫുള്ളൊരു എന്തോ തൃപ്തി പോലെ തോന്നിയില്ല. അപ്പോൾ ഞാനതിന് ഒരു വൈറ്റ് കളർ സ്റ്റോണാണ് കേട്ടോ ഞാനിവിടെ ചൂസ് ചെയ്തേക്കണേ. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ കണ്ടോ, നമുക്ക് ആ സ്റ്റിച്ച് വരുമ്പോൾ അറ്റത്തൂടെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് നമുക്ക് ആരി വർക്ക് ചെയ്യുന്നവർക്ക്. ഇത് നമ്മുടെ സ്റ്റോൺസൊക്കെ ഒട്ടിക്കാനായിട്ട് സ്റ്റോൺ പിക്ക് ചെയ്യാനുള്ളൊരു പെൻ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ആ പെൻ വെച്ചിട്ട് സ്റ്റോൺ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഗം പോലത്തെ ഒരു സംഭവമുണ്ടേ, അതിൽ നമ്മൾ ഇതിൻ്റെ അറ്റം ഭാഗം നന്നായിട്ടൊന്ന് മുട്ടിച്ചിട്ട് നമ്മൾ സ്റ്റോണിൽ നിന്ന് കൊടുക്കുമ്പോഴത്തേക്കും സ്റ്റോൺ നന്നായിട്ട് ഒട്ടി വരും. നമുക്കതിന് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റോൺസായിട്ട് ഇതിനെല്ലാത്തിൻ്റെ അറ്റത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നെക്കിൻ്റെ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ആണ് നമ്മളിത് ഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴേ നമ്മൾ ഇൻകുട്ടി ഉറങ്ങാതെ എനിക്ക് വന്നിട്ടുണ്ട്. ആൾക്ക് കഥ കേട്ടാലൊക്കെ ഉറങ്ങുള്ളൂ, പിന്നെ അമ്മ അടുത്ത് കിടക്കണം, അങ്ങനെ കുറേ വാശികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ കൂടുതലും ഞാൻ ഇപ്പോഴത്തെ റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം കിടക്കും. പിന്നെ എനിക്കൊരു ഉമ്മയൊക്കെ തന്ന് സെറ്റാക്കി ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ സോപ്പിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലുക്ക് വരുന്നത്. ഇത് സ്ലീവ്സാണ് കേട്ടോ. സ്ലീവ്സിന് വലുതായിട്ട് വർക്കൊന്നുമില്ല, എൻഡിലും ആ പട്ടിൻ്റെ അവിടെയായിട്ട് വർക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്കില്ല, ഇതാണ് ബാക്ക് നെക്ക് വരുന്നത്. ബാക്ക് ഓപ്പൺ ആണ്, കണ്ടോ ഇങ്ങനെ വരും. സ്ലീവ്സ് ഇവിടുത്തെ ഇങ്ങനെയാണ് വരുന്നത്. ഓൾ ഓവർ ലുക്കാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് വീഡിയോയും കൂടെ എടുത്തിട്ട് ചെയ്യാനുള്ളൊരു സമയമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് ഫ്രണ്ട് നെക്ക് വരുന്നത്. ബാക്ക് ഓപ്പൺ ബ്ലൗസ് ചെയ്തതുകൊണ്ട് ഫ്രണ്ട് നെക്കും നമ്മൾ പകുതി വരെയാണ് കൊടുത്തേക്കണേ. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സാരിയിൽ കുഞ്ചലം കെട്ടാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ പകുതി വരെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കും തോറും നമ്മളങ്ങ് ചെയ്യും. ഇതെങ്ങനെയാണ് കേട്ടോ ചെയ്യണം. ഞാൻ സാധാരണ വിരിച്ചിട്ടിട്ട് ടേബിളിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ബെഡിൽ വിരിച്ചിട്ടിട്ട് ഞാൻ താഴെ ഇരുന്നുമാണ് ചെയ്യാറ്. പിന്നെ ഇപ്പോൾ മോൻ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോകാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയായിട്ട് ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് നമ്മൾ വേറെ ഒന്നുമില്ല, ഒരു കെട്ടിട്ട് കൊടുക്കുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് കേട്ടോ ഇതിൻ്റെ കുഞ്ചലം കെട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഞാനിത് ആരി നീഡിൽ വെച്ചിട്ടാണ് വലിച്ചെടുക്കുന്നത്. നമുക്ക് കുഞ്ചലം കെട്ടാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ കൂടുതൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ സാരിയുടെ അറ്റം അടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നൂല് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ ഉഷ ജനോം വണ്ടർ സ്റ്റിച്ചാണ് കേട്ടോ.
അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഫൂട്ടർ മാറ്റി കൊടുക്കണം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫൂട്ടർ മാറ്റിയിട്ട് റോൾഡ് ഹെം ഫൂട്ടറാണ് ഇടുന്നത്. അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അറ്റവും കൂടെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മടക്കി അടിക്കുകയല്ല ചെയ്യുന്നത്, ഹെം ചെയ്ത് കൊടുക്കുകയാണ്, റോൾ ചെയ്ത് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു വീഡിയോയിൽ പറഞ്ഞപ്പോഴത്തേക്കും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് റോൾഡ് ഹെം ചെയ്യുന്നതല്ല, ഉരുട്ടിക്കുന്ന വേറെ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫുഡ് നമ്മൾ റോൾഡ് ഹെം ഫുഡ് എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റോൾ ഹെം ചെയ്യുന്നതെന്ന് പറയണത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഉരുട്ടി തയ്ക്കണമെന്നുള്ളതിൻ്റെ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ അറ്റം വരുന്ന ഭാഗം ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുകയാണ് ചെയ്യണം. ഇങ്ങനെ സിക്സ് ആഗ് സ്റ്റിച്ചാണ് കൊടുക്കണേ. ത്രൂ ഔട്ടായിട്ട് ഈ സ്റ്റിച്ച് കൊടുത്ത് നമ്മളിത് ഫിനിഷ് ചെയ്തെടുക്കുകയാണേ. അപ്പം നമ്മൾ ഇതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബ്ലൗസിൻ്റെ വർക്കും കഴിഞ്ഞു, സാരിയും കുഞ്ചിലും കിട്ടി, സൈഡും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പഫ് സ്ലീവും പിന്നെ അതിന് താഴെ ബോട്ടം കൂടെ വരുന്നൊരു സ്ലീവ്. സാരിയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്, എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. കുഞ്ചിലൊക്കെ കെട്ടി ഇതെങ്ങനെയാണ് നമ്മൾ കുഞ്ചിലം കെട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ചിലം കെട്ടി സെറ്റ് ചെയ്ത് സാരി ഓക്കെ ആയി, ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ.